പാപമോചനം ഒരിക്കലും പ്രിയപ്പെട്ട യേശുക്രിസ്തു എന്നല്ലാതെ ലോകത്തിൽ ഒരു വ്യക്തിക്കും തരുവാൻ കഴിയത്തില്ല. ക്രിസ്തീയ മതവിശ്വാസികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ട്, കത്തോലിക്ക ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇതിന്റെ അടുത്ത് ഞങ്ങൾ ഒരു അപ്പച്ചനോട് സംസാരിച്ചു. അപ്പച്ചൻ വഴിവെക്കൽ ഇരിക്കുകയാണ്. അദ്ദേഹം ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ്. എനിക്കറിയത്തില്ല, അദ്ദേഹം കൊന്തയൊക്കെ ഇട്ടതുകൊണ്ട് കത്തോലിക്ക മതവിശ്വാസി എന്നറിയും. അപ്പോൾ ഞാൻ ആ വഴിയിൽ തന്നെ ഇരുന്നിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ യാത്ര ചെയ്യാൻ പറഞ്ഞു. അപ്പച്ച, നിങ്ങള് കത്തോലിക്കാണല്ലേ? അത് എന്നെ പറഞ്ഞു. അതെ, അദ്ദേഹത്തിന്റെ കുരിശുമാല കണ്ടപ്പോ എനിക്കറിയാം. ഞാൻ ചോദിച്ചു, പാപമോചനം കിട്ടിയോ? പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെ കിട്ടി? തൃശ്ശൂർ എന്നപ്പോ കിട്ടിയെന്ന് പറഞ്ഞു. അയ്യോ, എന്റെ പ്രിയപ്പെട്ടവരെ, അറിവില്ലായ്മയാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. പണം കൊടുത്താലോ എവിടെങ്കിലും ചെന്നാലോ കിട്ടുന്ന ഒന്നല്ല പാപമോചനം. പാപമോചനം യേശുക്രിസ്തുവിനുള്ള മാനസാന്തരത്താലും വിശ്വാസത്താലും സ്നാനത്താലും ദൈവമാണ് പാപമോചനം തരുന്നത്. എന്ന് മാത്രമല്ല, പാപിയായിരിക്കുന്ന ഒരു പുരോഹിതന്റെ അടുക്കൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ അദ്ദേഹം ആരാ? ദൈവമാണോ പാപം ക്ഷമിച്ചു തരാൻ? എടാ, അവന്റെ പാപം എവിടെ കൊണ്ട് ചെലവഴിക്കും? ഞാനൊരു ചെറിയ ഉദാഹരണം തരാം. മരിച്ചു പോകുന്ന പുരോഹിതന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ കുമ്പസാരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ വ്യക്തതയെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ബാല്യകാലത്ത് ഞാൻ കഠിനമായിരിക്കുന്ന ദാരിദ്ര്യം കൂടെ കടന്നുപോയി. അപ്പോൾ എന്താണ്, ഇതൊക്കെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പഠനം കൂടിയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഒരു ദിവസം 2-3 ദിവസം ഭക്ഷണമില്ലാതെ ഞാൻ വിശന്ന് കത്തുന്ന വയറും കൊണ്ട് എന്റെ ആത്മാരോഗ്യമായിരിക്കുന്ന വൃദ്ധ എന്ന് പറയാനൊക്കത്തില്ല, ആത്മാരോഗ്യമായിരിക്കുന്ന ഉണങ്ങി ഒടിഞ്ഞ ദേഹമുള്ള പട്ടിണിപ്പാവമായിരിക്കുന്ന എന്റെ അമ്മയോട് എന്ന് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വിശക്കുന്നമ്മ എന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറയാണ്, മോനെ ഞാൻ ആരോട് പറയണോ? എന്റെ വിശപ്പിന്റെ കാര്യം ഞാൻ ആരോട് പറയാനാ? പ്രിയപ്പെട്ട ഇതല്ലയോ പ്രിയപ്പെട്ട, പാപിയാണ് ദോഷിയാണെന്ന് പറയുന്ന ഒരു അച്ഛന്റെ അടുത്ത് ചെന്നിട്ട്, ഒരു പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അദ്ദേഹം പറയും, എന്റെ കുഞ്ഞെ എന്റെ പാപം ഞാൻ എവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കും? പ്രിയപ്പെട്ട, വ്യർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയല്ല. നമ്മുടെ കൊടും പാപം കഴുകി കളിവാൻ തക്കവണ്ണം നമ്മുടെ പാപം രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ സമ്പൂർണ്ണമായിട്ടും വെളുപ്പിപ്പാൻ കഴിയുന്ന, ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിയുന്ന ഒരു തിരി രക്തം, ഒരു പരിശുദ്ധ രക്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ കൂടെ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ നിന്ന് ഇതാ പകർന്നൊഴുകുകയാണ്. ആ യെരുശലേമിലെ നട്ടുച്ചവയിലിതാ അവന്റെ വിലാപ്പുറം അവർ കുന്തം കൊണ്ട് തുളച്ചു കടക്കുമ്പോഴേ അതിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സകല ഭൂമിയിലും സുവിശേഷകന്മാരുടെ വായിൽ കൂടെ ആ വിശ്വാസത്തിന്റെ രക്തം ഇതാ സകല ദേശങ്ങളിലും പരന്നൊഴുകുമ്പോഴേ ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നീ കൊള്ളിക്കുക. ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നിന്റെ പാപങ്ങളെ നിന്റെ അങ്കിയെ കഴുകി വെളുപ്പാക്കാൻ തക്കവണ്ണം ഇന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് സന്തോഷകരമാണ്. അല്ലെങ്കിൽ അവന്റെ വരവ് നിന്റെ മരണ ദിവസത്തെ നീ നടുക്കിത്തെറിക്കുകയാണ്.